സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എന്നെ തൊട്ട സന്ദേശം. ഇന്നത്തെ ഈ ഒരു സന്ദേശം ആസാദിയുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കുന്നത് തന്നെ ഒരു വലിയ സ്പിരിച്വൽ എക്സ്പീരിയൻസാണ്. ഇപ്പോൾ രാത്രി 11:45 ഞാൻ ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുമ്പോൾ. വൈകിട്ട് ഈവനിങ്ങിൽ മേരി കഹാനി ഹിന്ദിയിലെ നമ്മുടെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു, സാക്ഷ്യത്തിൻ്റെ. ആ റെക്കോർഡിങ് കഴിഞ്ഞ് സാൻഡി ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി. പക്ഷെ ഞാൻ നമ്മുടെ റെക്കോർഡിംഗ് റൂമിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. നാളത്തേക്കുള്ള 1-2 ടോപ്പിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് റെക്കോർഡ് ചെയ്യാനാണ് ഞാൻ ഇരുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നലെ തന്നെ ആ 2 ടോപ്പിക്ക് ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത്, എഡിറ്റിങ്ങിന് ഇരുന്നപ്പോഴാണ് മനസ്സിലാകുന്നത് അതിനകത്ത് വോയിസ് ഒന്നും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് രണ്ടാമത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാൻഡിയെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് ഞാൻ റെക്കോർഡിംഗ് റൂമിലിരുന്നാണ്. 9 മണി മുതൽ ഇപ്പോൾ 11:45 ഇത്രയും സമയം ഞാൻ റെക്കോർഡിംഗ് റൂമിലിരിക്കുകയായിരുന്നു. അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, തലേദിവസം റെക്കോർഡ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് റെക്കോർഡിങ് നടക്കാതിരുന്ന ആ 2 പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാനാണ് ഞാൻ ഇരുന്നത്. പക്ഷേ റെക്കോർഡ് ചെയ്യാനിരുന്നപ്പോൾ ക്യാമറ എല്ലാം ഓൺ ചെയ്ത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഭയങ്കര ഒരു ബേർഡൻ. എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് എന്നോടെന്തോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാനുള്ളൊരു മൂഡില്ലാതെ കുറേ നേരം ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഓർത്തു, എന്നാൽ ഇനി അല്പസമയം ഇവിടെ തന്നെ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞപ്പോൾ 1-2 ദൈവദാസന്മാരെ ഓർമ്മ വന്നു. അവർക്ക് ഞാൻ മെസ്സേജസ് ഇട്ടു. അതിലൊരു പാസ്റ്റർ ഉടനെ തന്നെ എന്നെ വീഡിയോ കോൾ ചെയ്തു. അദ്ദേഹം വീഡിയോ കോൾ ചെയ്തത് എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ റെക്കോർഡിംഗ് റൂമിലാണ് ഇരിക്കുന്നത്, പക്ഷേ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയാത്തവണ്ണം ഹൃദയത്തിലൊരു ബേർഡൻ അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പാസ്റ്ററിന് ഓർമ്മ വന്നിട്ട് മെസ്സേജ് ഇട്ടത്. ഒരുപക്ഷെ പാസ്റ്ററെ വിളിക്കാനോ സംസാരിക്കാനോ ആയിരിക്കാം ദൈവാത്മാവിൻ്റെ നിയോഗം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ റെക്കോർഡ് ചെയ്യുവാൻ ആരംഭിക്കുകയാണ്. ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിൽ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ കേട്ട ഒരു സന്ദേശത്തിൻ്റെ അല്പം ഭാഗം ഓർമ്മ തന്നു. ഇത് വളരെ വ്യത്യസ്തമാകുന്നൊരു പ്രസംഗമായിരുന്നു കേട്ടോ. ഞാൻ പാഠഭേദമാണ് റെക്കോർഡ് ചെയ്യാനിരുന്നത്. എന്നെ തൊട്ട സന്ദേശമെന്ന ഈ പ്രോഗ്രാം എൻ്റെ മനസ്സിൽ ഇല്ലായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, ആ ഒരു മെസ്സേജ് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണം. ശരിക്കും പറഞ്ഞാൽ അതൊരു മലയാളം സന്ദേശമല്ല, അതൊരു ഇംഗ്ലീഷ് മെസ്സേജാണ്. അപ്പോൾ മലയാളം മെസ്സേജ് പങ്കുവെക്കുന്നത് എളുപ്പമാണല്ലോ, ഇംഗ്ലീഷ് മെസ്സേജ് പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വേണമല്ലോ അവതരിപ്പിക്കുവാൻ. അതുകൊണ്ട് ഞാൻ ഓർത്ത്, കർത്താവേ, ഇന്ന് തന്നെ അത് ചെയ്യണോ? കാരണം കുറേ പണി അതിൻ്റെ പുറകിൽ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു നിയോഗം എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഒരു തോല് വിരിച്ചു. ഞാനങ്ങനെ അടയാളങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിലാണ്. തോല് വിരിച്ചാൽ പണ്ട് ഗിദെയോൻ തോല് വിരിച്ചതുപോലെ നമുക്ക് അടയാളങ്ങൾ തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് അങ്ങനെ തോല് വിരിച്ച് കിട്ടിയതുണ്ട്. എന്താ ഞാൻ തോല് വിരിച്ചതെന്നറിയാം? അത് പറയണമെങ്കിൽ ഈ മെസ്സേജിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇത് വ്യത്യസ്തതയുള്ള ഒരു മെസ്സേജാണ്. ഇത് പാസ്റ്റർ ഡേവിഡ് റിങ് എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ്റെ മെസ്സേജാണ്. പാസ്റ്റർ ഡേവിഡ് റിങ്ങിൻ്റെ പ്രത്യേകത, അദ്ദേഹം സെറിബ്രൽ പാൾസിയുള്ള ഒരു പ്രീച്ചറാണ്. സെറിബ്രൽ പാൾസി ഉള്ളവരുടെ പ്രസംഗം നമുക്കറിയാമല്ലോ. അവരുടെ ശരീരം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, കൺട്രോൾ കിട്ടത്തില്ല, കഴുത്തോ തലയോ ഒക്കെ ആടിക്കൊണ്ടിരിക്കും, സംസാരിക്കുന്നതിൻ്റെ ഉച്ചാരണത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ഒരു പാസ്റ്റർ മെസ്സേജ്. ഡേവിഡ് റിങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു പാസ്റ്റർ. പക്ഷേ അദ്ദേഹം ഒരു വലിയ മോട്ടിവേഷണൽ സ്പീക്കർ, ഒരു വലിയ എന്താ പറയുന്നത്, ശക്തമായി കർത്താവ് ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനായിട്ടാണ് ഇന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ സ്റ്റേറ്റ്മെൻറ്റാണ്, എനിക്ക് സെറിബ്രൽ പാൾസി ഉണ്ട്, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഐ ഹാവ് സെറിബ്രൽ പാൾസി, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? എനിക്ക് സെറിബ്രൽ പാൾസി ഉണ്ട്, നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് എപ്പോഴും ചോദിക്കുന്ന ദൈവദാസൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ മെസ്സേജ് ഞാൻ കണ്ടപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഓർമ്മ വന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ വിക്കനായ മോശയെക്കുറിച്ച് പറഞ്ഞ ഒരു സന്ദേശമുണ്ട്.
അപ്പം ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനൊരു തോല് വിരിച്ചു, കർത്താവേ, എനിക്ക് ആ സന്ദേശം എവിടെയാണെന്ന് കണ്ടുപിടിക്കുവാൻ പറ്റിയാൽ, അതൊന്നുകൂടൊന്ന് കേൾക്കാൻ പറ്റിയാൽ ഉറപ്പായിട്ടും ഈ മെസ്സേജ് ഇതേ സബ്ജക്റ്റ് തന്നെ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കും. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? ആസാദി മലയാളം ഉള്ളതുപോലെ തന്നെ നമുക്ക് കുറേ ചാനലുകളുണ്ട്. എല്ലാ ചാനലും ആസാദി മലയാളത്തെപ്പോലെ പോപ്പുലറല്ല. അതായത് എൻ്റെ ആദ്യത്തെ ചാനൽ ഇന്നേക്ക് 18 വർഷം പഴക്കമുള്ള ഹാർവെസ്റ്റ് ഇൻലാൻഡ് മിഷൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ട്. ഞങ്ങളുടെ ചർച്ചിൻ്റെ ലൈവൊക്കെ അതിനകത്താണ് വരുന്നത്. 18 വർഷം പഴക്കം എന്ന് പറയുമ്പോൾ ചർച്ചിൻ്റെ എല്ലാ ലൈവും അതിനകത്ത് വന്നിട്ടുള്ളത് കൊണ്ട് ആയിരക്കണക്കിന് വീഡിയോ അതിനകത്തുണ്ട്. അപ്പോൾ പണ്ടെങ്ങോ ചെയ്തൊരു പ്രസംഗം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം ആ കാലത്തൊന്നും ടൈറ്റിലൊന്നും കൊടുക്കത്തില്ല. സൺഡേ ഈ ഡേറ്റ് മാത്രമിട്ട് വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യും. അപ്പം പിന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ചാനൽ. പിന്നെ വചനോത്സവം എന്ന് പറഞ്ഞ ആസാദി വചനോത്സവം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആസാദി ന്യൂസ് ആൻഡ് പാഠഭേദം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആസാദിയുടെ പ്രേക്ഷകർക്ക് എല്ലാ ചാനലിനെക്കുറിച്ചും അറിയാമോ എന്ന് എനിക്കറിയില്ല. ആസാദി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആസാദി ഹിന്ദി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. മേരി കഹാനി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അങ്ങനെ കുറേ ചാനലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ ഒരു മെസ്സേജ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം പണ്ടെങ്കോ ചെയ്ത ഡേറ്റ് ഒന്നും അറിയില്ല. ഈ വിക്കനായ മോശയെക്കുറിച്ച് പറഞ്ഞ മെസ്സേജ് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഞാൻ നിശ്ചയമായിട്ടും ഈ പാസ്റ്ററെക്കുറിച്ച് പറയുകയും ആ മെസ്സേജിൻ്റെ ചില ഭാഗം കാണിക്കുകയും ചെയ്യാം എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്തു. എന്നിട്ട് ഞാൻ ആ മെസ്സേജ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കാരണം അതിനകത്ത് ടൈറ്റിലില്ല, പേര്, ഡേറ്റ്, ഇതൊന്നും നമുക്ക് ഓർമ്മയില്ല. എന്താണെങ്കിലും ഒരു ചെറിയ മുടക്കൾ സംഭവിച്ചു. ഞാനിങ്ങനെ എൻ്റെ പഴയ 1-2 മെസ്സേജ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കറിയാമല്ലോ, യൂട്യൂബ് റെക്കമെൻഡേഷൻ കൊണ്ടുവരും. അങ്ങനെ ഒരു വീഡിയോ റെക്കമെൻഡേഷനായിട്ട് വന്നു. എനിക്കൊരു താല്പര്യം തോന്നി ആ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 2024 സെപ്റ്റംബർ മാസത്തിൽ പറഞ്ഞ ഒരു മെസ്സേജാണ്. ഓപ്പൺ ചെയ്തപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ തേടിയ അതേ വീഡിയോ മുമ്പിലെത്തിയിരിക്കുന്നു. എനിക്ക് 101% ഉറപ്പായി പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ചിലരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ തൊട്ട സന്ദേശം എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൂടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ മുൻപിലേക്ക് കൊണ്ടുവന്ന ദൈവദാസന്മാരുടെ സന്ദേശങ്ങൾ അനേകരെ തൊട്ടു. ഞാൻ വിശ്വസിക്കുക, ഇന്ന് ഞാൻ ഇനിയും മുൻപോട്ട് പറയാൻ പോകുന്ന, കാണിക്കാൻ പോകുന്ന 1-2 ക്ലിപ്പുകൾ അത് അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. ഡേവിഡ് റിംഗ് എന്ന് പറയുന്ന ദൈവദാസനെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്. ഡേവിഡ് റിങ്ങിൻ്റെ സ്റ്റോറി ആദ്യം ഒന്ന് പറഞ്ഞു തുടങ്ങാം. 1953 ഈ കർത്താവിൻ്റെ ദാസൻ ജനിച്ചത്. പക്ഷേ ഒരു പ്രശ്നം, ജനിച്ചപ്പോൾ തന്നെ ഇദ്ദേഹം ഒരു സ്റ്റിൽ ബോൺ, മരിച്ചു എന്ന് ഡോക്ടർ വിധി എഴുതിയ ഒരു കുട്ടി. 18 മിനിറ്റിന് ശേഷമാണ് ഇദ്ദേഹം ശ്വസിക്കാൻ തുടങ്ങിയത്. അതായത് ലൈഫ്, ജീവൻ അദ്ദേഹത്തിലേക്ക് വന്നത് ജനിച്ച ശേഷം 18 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാകാം ഇദ്ദേഹത്തിന് ചെറിയ പ്രായത്തിൽ തന്നെ ഡോക്ടേഴ്സ് വിധി എഴുതി സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന തലച്ചോറുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു പ്രത്യേക അസുഖം അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഇദ്ദേഹത്തിനുണ്ടെന്ന് ഡോക്ടർമാർ വിധി എഴുതി. അതുകൊണ്ടും ഈ പറഞ്ഞ ഡേവിഡ് റിങ്ങിൻ്റെ ദുരിത ജീവിതം അവസാനിച്ചില്ല. അദ്ദേഹത്തിന് 14 വയസ്സുള്ളപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും 2 പേരും ക്യാൻസർ പിടിപെട്ട് ഈ ലോകം വിട്ട് കടന്നുപോയി. പിന്നീട് ഒരു അനാഥനായിട്ടാണ് ഈ ഡേവിഡ് റിങ് എന്ന് പറയുന്ന സെറിബ്രൽ പാൾസിയുള്ള ഒരു പൈതൽ വളർന്നു വന്നത്. നിങ്ങൾക്കറിയാമോ, ഒത്തിരി ആളുകളുടെ പരിഹാസം, പിന്നെ കാണുന്നിടത്തെല്ലാം മറ്റു കുട്ടികൾ ഇവനെ ഒത്തിരി ബുള്ളി ചെയ്തു. അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട ഒരു ചെറിയ പ്രായമായിരുന്നു ഡേവിഡ് റിങ്ങിനുള്ളത്. 14-ാം വയസ്സിൽ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ഡേവിഡ് റിങ് പക്ഷേ യേശുവിൻ്റെ കരം പിടിച്ച ജീവിച്ചത് കേട്ടോ. 17-ാമത്തെ വയസ്സിൽ ഒരു ദിവസം രാത്രി ദൈവം അവനോട് സംസാരിച്ചു. അവനോട് പറഞ്ഞു, നീ വചനം പ്രസംഗിക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, കർത്താവേ, നിനക്കറിയത്തില്ലയോ എനിക്ക് സെറിബ്രൽ പാൾസിയാണെന്ന്. ഞാൻ പറഞ്ഞാൽ ആളുകൾക്ക് തിരിയത്തില്ല. എങ്ങനെയാണ് ഞാൻ വചനം പ്രസംഗിക്കുന്നത്? അപ്പോൾ ഡേവിഡ് റിങ്ങിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കാണിക്കാം. അദ്ദേഹം ആ അനുഭവം പറയുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുകയാണ്, ദൈവം ഒരുപക്ഷെ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കി കാണും. അതായത്, നീ എന്തോ പറയുന്നത്, എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? അതായത് ദൈവത്തോട് ചോദിക്കുക, നിനക്കറിയത്തില്ലയോ എന്ന്. എനിക്കറിയാത്ത കാര്യമൊന്നുമില്ല ഡേവിഡേ, അതുകൊണ്ട് നീ പോയി പ്രസംഗിക്ക്.
രണ്ടാമത് പിന്നെയും ദൈവം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 17 വയസ്സുള്ള ഒരു കുട്ടി അവൻ്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൻ പോയി വേദപുസ്തകം എടുത്തു. വേദപുസ്തകം തുറന്നതും വായിച്ച വാക്യം ഫിലിപ്പിയ ലേഖനം 4:13. ആ വാക്യം ഇങ്ങനെയാണ്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഒറ്റ വാക്യം. അന്ന് മുതൽ ഡേവിഡ് റിങ് എന്ന് പറയുന്ന 17 വയസ്സുകാരൻ, സെറിബ്രൽ പാൾസിയുള്ളവൻ, പ്രസംഗിക്കാൻ തുടങ്ങി. ആദ്യത്തെ പ്രസംഗങ്ങളൊക്കെ എന്തായിരുന്നു എന്നറിയാമോ? വളരെ സിമ്പിൾ. ജീവിതാനുഭവം പറയുക, ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു, യേശുവിനെ തൊട്ടു, എന്നെ യേശു ഒരു അത്ഭുതമാക്കി എന്ന് പറയുന്ന പ്രസംഗങ്ങൾ. അങ്ങനെ 17-ാം വയസ്സിൽ പ്രസംഗിക്കാൻ തുടങ്ങിയ ഡേവിഡ് റിങ് ഇന്ന് ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ട്, ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി എഴുതിയ പുസ്തകമാണ് ദ ബോയ് ബോൺ ഡെഡ് ജസ്റ്റ് ആസ് ഐ ആം. മരിച്ച, അല്ലെങ്കിൽ ജനിച്ചപ്പോൾ തന്നെ മരിച്ച കുട്ടി ഞാൻ ഇന്നായിരിക്കുന്നത് പോലെ ഇന്നവനാകുന്നു എന്ന് പറയുന്ന ആ ഒരു പുസ്തകം. ഡേവിഡ് റിങ്ങിൻ്റെ ഒരു 2 ക്ലിപ്പ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ ക്ലിപ്പ് ഇംഗ്ലീഷിലാണ് കേട്ടോ. അതിനകത്ത് ചില ടൈറ്റിലൊക്കെ ആ വീഡിയോയുടെ ഓണർ തന്നെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നത്: 1971 കർത്താവിനോട് പറഞ്ഞു വചനം പ്രസംഗിക്കുവാൻ. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ എൻ്റെ ബിസിനസ് ഞാൻ ചെയ്തങ്ങ് ജീവിച്ചോട്ട്, എനിക്കതൊന്നും പറ്റുകയില്ല. നിനക്കറിയില്ലേ എനിക്ക് സെറിബ്രൽ പാൾസിയാണെന്ന്. ദൈവം തിരിച്ചു ചോദിച്ചു, എനിക്കറിയാത്ത കാര്യം വല്ലതുമുണ്ടോ? വചനം പ്രസംഗിക്കുക. ഞാൻ വേദപുസ്തകം എടുത്തു, ഫിലിപ്പിയർ 4:13 വായിച്ചു. എനിക്ക് സെറിബ്രൽ പാൾസി ഉണ്ട്, നിങ്ങളുടെ പ്രോബ്ലം എന്താണ് എന്ന് ചോദിക്കുന്ന ആദ്യത്തെ ഈ ക്ലിപ്പൊന്ന് കണ്ടാട്ട്. 1971, God called me to preach. Laying in bed when I'm minding my own business. You've been there too, huh? And God said, David, I want you to preach. I'd say, man, Lord, I can preach. Lord, I talk for the Lord people. Damn me, Lord, I held cerebral palsy. Can you imagine me telling God I held cerebral palsy? I got funny feeling. God said, really? You got to be kidding. Tell me something I don't know, big boy. And I'd say, God, if you want me to preach, take a second look and then call me. He took that second look and he still called me to preach. And I got out of my bed, got my Bible, not my Webster, but my Bible, and turned it open to Philippians 4:13, which said, I can do all things through... I can do all things. And people, I'm not going to let their shaky body slow me down from doing what God called me to do. Little is much when God is in it. Don't ever judge a book by its... Now look at me. I held cerebral palsy. Now, what's your problem? ശരി, ആ ക്ലിപ്പ് നിങ്ങൾ കണ്ടല്ലോ. രണ്ടാമതൊരു ക്ലിപ്പ് കൂടെ ഞാൻ കാണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം എന്താണ് പറയുന്നതെന്നറിയാമോ? ക്രിസ്തുവിലൂടെ ഞാനൊരു വിജയമായിരിക്കുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു പൊട്ടിപ്പോയാൽ, ബ്രോക്കണായാൽ എന്തു ചെയ്യും? അതിനെ നമ്മൾ എറിഞ്ഞു കളയും. പക്ഷേ ദൈവം ബ്രോക്കണായിട്ടുള്ളതിനെ, പൊട്ടിപ്പോയതിനെ എറിഞ്ഞു കളയുന്നവനല്ല. ദൈവം പൊട്ടിപ്പോയതിനെ എറിഞ്ഞു കളയുന്നവനല്ല. ദൈവം തകർന്നതിനെ വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല. പിന്നീട് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുകയാണ്, എനിക്ക് സെറിബ്രൽ പാൾസി ഉണ്ട്. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഇന്ന് നമ്മളിൽ ചിലരോട് പരിശുദ്ധാത്മാവ് അതേ ചോദ്യം ചോദിക്കുകയാണ്. സെറിബ്രൽ പാൾസിയുള്ള ഡേവിഡ് റിങ്ങിനെ കർത്താവിന് ഉപയോഗിക്കാമെങ്കിൽ, വിക്കി പറയുന്ന വാക്കുകൾ തിരിയാത്ത അധരങ്ങളോട്, ശരീരചേഷ്ടകളോട് സംസാരിക്കുന്ന ആ ദൈവദാസനെ കർത്താവിന് ഉപയോഗിക്കാമെങ്കിൽ നമ്മളെ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? അതാണ് ഞാൻ 2024 ആ മെസ്സേജിൽ പറഞ്ഞത്.
മോശ എന്ന് പറയുന്ന വിക്കനായ മനുഷ്യൻ, അവൻ വിക്കി വിക്കി പറഞ്ഞ വാക്കുകളിൽ മിസ്രൈം കിടുകിട് വിറച്ചു. അവൻ വിക്കി വിക്കി പറഞ്ഞപ്പോൾ പ്രകൃതി ശക്തികൾ അനുസരിച്ചു. ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു, നീലനദി ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. നീലനദി ചുവന്ന നദിയായി മാറി. ആകാശത്തെ നോക്കി ആലിപ്പഴം വീഴുവാൻ അവൻ പറഞ്ഞപ്പോൾ ആലിപ്പഴം പൊഴിഞ്ഞു. ഞങ്ങൾ ഈ ആലിപ്പഴത്തിന് ഓലെ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ഒരുപക്ഷെ ആകാശത്തേക്ക് നോക്കിയിട്ട് ഓലെ എന്ന പദം പൂർണ്ണമായി പറയണമെങ്കിൽ എത്ര സമയമെടുക്കും? ഓ ഓ ഓ എന്നൊക്കെ വിക്കി പറഞ്ഞ ഹിന്ദിയിലാണ് കേട്ടോ. ഞാൻ ഹിന്ദി ചർച്ചയിൽ പ്രസംഗിച്ചതുകൊണ്ട് അങ്ങനെയാണ് അന്ന് ശുശ്രൂഷിച്ചത്. അപ്പോൾ അവൻ്റെ ഭാഷയിൽ വിക്കി വിക്കി പറയാൻ തുടങ്ങിയപ്പോൾ ആകാശത്തുനിന്ന് ആലിപ്പഴം പൊഴിഞ്ഞു. എന്താണ് സന്ദേശം? നമ്മുടെ വാക്കിൻ്റെ ബലമല്ല, നമ്മുടെ പ്രസംഗത്തിൻ്റെ മിടുക്കല്ല. പ്രസംഗത്തിന് മിടുക്കില്ലെങ്കിലും അകത്ത് വായിൽ അഗ്നിനാവുണ്ടെങ്കിൽ, തീ നിറച്ച ഒരു നാവ്, പരിശുദ്ധാത്മാവിൻ്റെ തീ നിറച്ച ഒരു നാവ് നമുക്കുണ്ടെങ്കിൽ, നമ്മൾ വിക്കി വിക്കി പറയുന്ന വാക്കുകളുടെ മേലും അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെടും എന്ന് പറയുന്ന ഒരു സന്ദേശം 2024 ഞാൻ ചെയ്തു. ആ സന്ദേശം കൂടെ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടും നിങ്ങൾ കാണണം. ഡേവിഡ് റിങ്ങിൻ്റെ ആ രണ്ടാമത്തെ ക്ലിപ്പും അതോടൊപ്പം 2024 ഞാനിന്ന് തോല് വിരിച്ച് തിരിച്ച് റിക്കവർ ചെയ്ത, തിരിച്ച് പിടിച്ചെടുത്ത ആ സന്ദേശം. സത്യം പറയാമല്ലോ, ആ സന്ദേശം ഞാൻ ഒന്നുകൂടി ഇന്ന് കേട്ടപ്പോൾ ഞങ്ങളുടെ ചർച്ച് ഗ്രൂപ്പിൽ ആ സന്ദേശം ഞാൻ ഒന്നുകൂടി ഇന്ന് കേട്ടപ്പോൾ ഞങ്ങളുടെ ചർച്ച് ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തു. നിങ്ങളെല്ലാവരും ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞു. എന്നെ തന്നെ സമർപ്പിക്കാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ആസാദിയുടെ പ്രേക്ഷകരെ ഞാൻ വിശ്വസിക്കുന്നു, ചിലരോട് പരിശുദ്ധാത്മാവ് ഈ 2-3 ക്ലിപ്പുകളിലൂടെ സംസാരിക്കാൻ പോവുകയാണ്. എന്നെ തൊട്ടത് നിങ്ങൾക്ക് കൈമാറുന്നു, നിങ്ങളെയും തൊടുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ കുറവുകൾ, നിങ്ങളുടെ ബലഹീനതകൾ, നിങ്ങളുടെ കഴിവില്ലായ്മകൾ ഒരിക്കലും നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങളെ മാറ്റി നിർത്തുവാൻ, ഇകഴ്ത്തി നിർത്തുവാൻ കാരണമാകുകയില്ല. കർത്താവിൻ്റെ കരം നിങ്ങളോടൊപ്പം ചലിച്ചാൽ നിങ്ങൾ കർത്താവിന് വേണ്ടി ഒരു അത്ഭുത സാക്ഷിയാകും എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ മുഴുവൻ കണ്ടാട്ട് ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. People look at me. You can leave today with victory in Jesus. We throw away broken things. We throw away broken things. If we walk funny, throw away. If we talk funny, throw away. We throw away broken things. But thank God, God don't throw away broken things. God uses broken things. I have cerebral palsy. What's your problem? What's your problem? What's your problem? Thank you. जब अब burning bush का दर्शन पाएगा, ആമേൻ. നിങ്ങൾ ആ കത്തുന്ന തീയുടെ ദർശനം നിങ്ങൾ ലഭിച്ചാൽ, when you have that vision of that burning bush, ആ കത്തുന്ന it's going to totally change your life. वो आपको पूरी तौर से बदल देगा. आप उस अग्नि का हल परिसर में आ जाएगा. हालेलुया. നാം അതിന്റെ പരിസരത്ത് കടന്നു വന്നാൽ, अग्नि का परिसर में आ जाएगा. ആ തീയുടെ പരിസരത്ത് നാം കടന്നു വന്നാൽ, आपको बदलने वाला है. ആ തീ നിങ്ങളെ How മാറ്റും. many of you know that the fire is having the power to change? आमेन आमेन. हाँ, कितने लोग विश्वास करते हैं कि अग्नि को तुम्हें परिवर्तन करने का कोई भी सामर्थ कुछ भी रखता चीज है. में पकड़ेगा तो എന്തിൽ തീ കയറി പിടിച്ചാലും आग उसको बदलने वाला है. അഗ്നി അതിനെ മാറ്റുവാനിടയാകും. पवित्र
पवित्रात्मा का अग्नि जब आपके ऊपर गिरेगा, പരിശുദ്ധാത്മാവിന്റെ തീ നിങ്ങളുടെ മുകളിൽ you വീണാൽ cannot be the same person. ആമേൻ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും You പഴയതുപോലെ can never be the same person. നിങ്ങൾക്ക് പിന്നെ പഴയതുപോലെ ആയിരിക്കാൻ Can you pray? Let the സാധിക്കില്ല. fire of the Holy Ghost fall upon me. ऐसा प्रार्थना करे कि परमेश्वर मेरे ऊपर वो अग्नि गिरा दे. Hallelujah. रबा शबल खमनम शत्रुना शकामना रामशल खमना. मैं देख रहा हूँ जॉन वेस्ली का जैसे ഞാൻ കാണുന്നു ജോൺ വെസ്ലിയെ പോലെ आग पकड़ा हुआ एक पीढ़ी को തീ പിടിച്ച ഒരു ജനറേഷൻ इस जमाना में ഈ യുഗത്തിൽ एक होली स्पिरिट अवेकनिंग के लिए, ഒരു പരിശുദ്ധാത്മാവിന്റെ അവേക്കനിങ്ങിന് വേണ്ടി एक ग्रेट अवेकनिंग सैकड़ों साल पहले हुआ तो ആമേൻ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു അവേക്കനിങ് ഉണ്ടായിട്ടുണ്ട്. जोनाथन एडवर्ड का समय का जैसे, ആമേൻ. जोनाथन एडवर्ड, ജോനാഥാൻ എഡ്വേർഡിന്റെ जॉन वेस्ली का समय का जैसे, ജോൺ വെസ്ലിയുടെ സമയങ്ങളിൽ चार्ल्स फिन्नी का समय का जैसे. ചാൾസ് ഫിന്നിയുടെ സമയങ്ങളിൽ Oh, we are waiting for a great awakening. ഞങ്ങൾ ഒരു വലിയൊരു ഉണർവിനായി കാത്തിരിക്കുന്നു. Vision of the burning bush. ആമേൻ. കത്തുന്ന ഹല്ലേലൂയ അതിന്റെ ദർശനം मूसा को totally change किया. മോശയെ കംപ്ലീറ്റ് ആയി മാറ്റിയ ഒരു തീ. Speaking disability था मूसा को. ആമേൻ ഹല്ലേലൂയ. Stammering, you know, he was having stammering. हकलाता था वो. हालेलुया. लेकिन उस जो हकला के बोलने वाला शब्दों में ആ വിക്കൽ സംസാരിക്കുന്ന ശബ്ദത്തിൽ परमेश्वर का पावर मैनिफेस्ट हो गया. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുമായിരുന്നു. It's not your beautiful, hallelujah, you know, oratory skill, ഇത് hallelujah. നിങ്ങളുടെ സൗന്ദര്യമായ നിങ്ങളുടെ കഴിവുകളുടെ ഗുണമല്ല. अब बहुत अच्छे से भाषण देने का आपका प्राप्ति के ऊपर नहीं है. നിങ്ങളുടെ കഴിവിലല്ല ഇത്. अब हकला के बोलने वाला उस Amen. शब्दों में നിങ്ങൾ വിക്കലോടെ പറയുന്ന ആ ശബ്ദത്തിൽ इजिप्ट ആമേൻ. कांपना शुरू किया. ആമേൻ. മിസ്രൈം കുലുങ്ങുവാൻ തുടങ്ങി. उम्मा. ഓ റബ ഷേഖരെ ഖറാഷേ തോരോ जुबला लमशल कमना रामदन रीखा रबा शेखरे. And people stand with that authority. रीखा रबा शतुनारी बल कमनम शतुनारी. It's nothing like that. How beautifully you deliver the message. कमनम शतुनारी. इससे मतलब नहीं कि आप कितनी सुंदरता से संदेश को देते हो. It's not your oratory skill. ये आपकी काबिलियत है, ये आपकी It's योग्यता the नहीं है. fire. ये अग्नि है. It's a fire. शेखरे खरा शेतोरो रीखा रबा शबल शकाबाना, कमनम रामशल कमना. शतुनारी. It's a fire. ये अग्नि है. जरमिया का पुस्तक में क्या लिखा है मालूम है? ഇരമ്യായുടെ പുസ്തകത്തിൽ എന്താണ് जरमिया का എഴുതിയിരിക്കുന്നത്? पुस्तक में ഇരമ്യായുടെ ऐसा പുസ്തകത്തിൽ लिखा है अध्याय 4 में. ഇങ്ങനെ എഴുതിയിരിക്കുന്നു 4-ാം അധ്യായത്തിൽ. लोगात्मा कुछ लोगों को कह रहे हैं പരിശുദ്ധാത്മ जैसे ചിലരോട് जरमिया को പറയുന്നു. कहा वैसे ही ഇരമ്യയോട് പറഞ്ഞത് मैं तेरा होठों में ഞാൻ നിന്റെ അധരത്തിൽ मेरा आग रखेगा. എന്റെ തീ വെക്കും. Oh my God. रबा Can you imagine that? रीखानवा अल्पा रबा शकमना. ओ रबा आपने शबल कुछ कमना. एकदम गरम गरम कुछ इस मुंह में डाला. നിങ്ങൾ എന്തെങ്കിലും ചൂട് ഭക്ഷണം വായിക്കാതെ आप अंदर भी ले नहीं पा रहे. നിങ്ങൾ അകത്തും എടുക്കാൻ You പറ്റുന്നില്ല. cannot spit it out. അത് നിങ്ങൾ തുപ്പിക്കളയാനും What you will പറ്റുന്നില്ല. do? നിങ്ങൾ എന്ത് ചെയ്യും? आप ऐसे फूकेगा. നിങ്ങൾ ഊതും. ആമേൻ ഹല്ലേലൂയ. अब फूकेगा. ഷേഖരെ रीबावा रबा अब फूकेगा. कमनम शतुना रबा. अंदर भी नहीं ले पा रहे. रीबावा धूप रबा भी नहीं पा रहे. अब शेखरे. फूकेगा. रीबल कमनम शतुना रबा. What will happen? रबा शेखरे. What will happen? എന്ത് സംഭവിക്കും? What will happen? എന്ത് സംഭവിക്കും? आपका मुंह से ഓ, നിങ്ങളുടെ അധരത്തിൽ നിന്ന് गरम गरम हवा बाहर आएगा. ആ ചൂട് കാറ്റ് പുറത്ത് വരും. आपका मुंह से നിങ്ങളുടെ വായിൽ നിന്ന് हालेलुया ഹല്ലേലൂയ उस जो स्मोक बाहर आएगा. ആ ധൂവ പുറത്ത് വരും. Can you imagine that? നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ When you പറ്റുമോ? speak with that anointing, जब आप उस अधिकार के साथ बात करोगे, when your mouth is filled with the fire of the Holy God, जब आपका मुंह अग्नि से भर जाएगा, when you say simply something, आप सिंपल से भी कुछ कह दोगे. it may not be a big dogma or a doctrine or a theological thing. ये नहीं, ऐसा जरूरी नहीं कि ये बहुत बड़ा थियोलॉजिकल कोई Your डॉक्ट्रिनल बात discourse हो. may be a simple one, आप एक साधारण बात अपनी जुबान से but बोलते हो, when you say something, लेकिन जब तुम अपने the जुबान से fire कहोगे, will come out. तो वो अग्नि तुम्हारे ऊपर The आएगी. fire will come out. तो वो अग्नि तुम्हारे ऊपर आएगी. हल्का शकबना रमशल कमना हदुले लमशल कमना. हालेलुया.
भविष्यवक्ता जरम्या का जुबान को अगर प्रभु ने आग बनाया, ഇരമ്യയുടെ അധരത്തെ അവൻ തീയാക്കി മാറ്റിയെങ്കിൽ आपका जुबान को क्यों ना बनाएगा? നിങ്ങളുടെ അധരത്തെ ദൈവം എന്തുകൊണ്ട് Fill മാറ്റത്തില്ല? your mouth with fire. अपने जुबान को अग्नि से भर दो. उस जो मुंह से अब जो भी कहेगा നിങ്ങൾ ആ വാ കൊണ്ട് എന്ത് പറഞ്ഞാലും सिंपल होगा, സിമ്പിൾ ആയിരിക്കും, लेकिन फायर बाहर आएगा. പക്ഷെ തീ പുറത്ത് വരും. നീ സംസാരിക്കുന്ന വാക്കുകളുടെ മേൽ, നിന്റെ ശബ്ദത്തിന്റെ മേൽ ഒരു അഭിഷേകം വ്യാപരിക്കാൻ പോവുകയാണ്. तुम्हारे शब्द के द्वारा एक अभिषेक का व्यापार होगा. हालेलुया. हालेलुया. हम बहुत सिंपल बातों बताएगा, നമ്മൾ വളരെ സിമ്പിളായ കാര്യമായിരിക്കും लेकिन പറയുന്നത്, आपका जुबान പക്ഷെ നിങ്ങളുടെ അധരം एक फायर स्वॉर्ड बनने वाला है. ഒരു ആമേൻ തീയുടെ വാളായി മാറും. वो काटने वाला है, അത് വെട്ടും. वो सर्जिकल नाइफ जैसे काम करने वाला അത് है. സർജിക്കൽ നൈഫിനെ പോലെ വർക്ക് ചെയ്തു തുടങ്ങും. जैसे इब्रानियन 4 में लिखा, ഇബ്രാനിയർ 4 എഴുതിയതുപോലെ परमेश्वर का उस वचन ദൈവത്തിന്റെ दो വചനം धारी तलवार से आदि के चौका बनकर ഇരുവായ്ത്തലുള്ള വാളിനെക്കാട്ടിലും ഇരുവായ്ത്തലയുള്ള വാളിനെക്കാളും वो മൂർച്ചയേറിയതും. क्या करेगा? घाट को क्या करेगा? ആമേൻ മുറിവിനെ എന്ത് ചെയ്യും? घाट, हालेलुया, ट्यूमर्स, हालेलुया. उसको रिमूव करेगा. ആമേൻ ട്യൂമേഴ്സിനെ വരെ അത് So, മാറ്റും. पवित्र आत्मा का भरपूरी से जब वचन बताएगा, പവിത്രാത്മാവിനാൽ നിറഞ്ഞ ഒരു വചനം that സംസാരിച്ചാൽ word is acting as a sword, ആമേൻ ആ വചനം ഒരു വാളായി it's ആക്ട് ചെയ്യും. working like a surgical knife. वो एक सर्जिकल नाइफ के समान काम My God, करेगा. you know how sharp that surgical knife is? क्या आप जानते हैं वो सर्जिकल नाइफ की कितना चोखा है वो? हालेलुया. एक एक भाग को काट कर हालेलुया. निकालने वाला. ഒരു ഭാഗത്തെ മുഴുവനും കട്ട് ചെയ്ത് മാറ്റുന്നത് प्रभुआत्मा कह रहे, പവിത്രാത്മാ പറയുന്നു, प्रभुआग्नि आपका जुबान में इस दिनों में भरने वाला. നിങ്ങളുടെ അധരങ്ങളിൽ ആ അഗ്നി ദൈവം നിറയ്ക്കും. अब सिंपली कहेगा, നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറയും. a stammering person Moses, ഒരു വിക്കലായ മനുഷ്യൻ മോശ, when he said something, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ even the nature obeyed. ആമേൻ പ്രകൃതി വരെ അത് കേട്ടു. Even the nature obeyed. പ്രകൃതി അത് കേട്ടു. When he turned to Nile, river Nile, ആമേൻ നീൽ നദിയുടെ മുമ്പിൽ കടന്നു the വന്നപ്പോൾ Nile turned into red. Hallelujah. ആമേൻ ഹല്ലേലൂയ. The nature obeyed. आमेन. प्रकृति भी सुनने When लगेगा. he looked up to the sky, जब स्वर्ग की ओर उसने and देखा, then he said, let hailstone come. आमेन, ओले बरसने लगे. हाँ, मूसा ने आकाश की ओर देखे, कहा, മോശ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, അജ്ഞാനമായ वाला व्यक्ति, വിക്കലായ ഒരു can you മനുഷ്യൻ. imagine it? നിങ്ങൾക്ക് How വിശ്വസിക്കാൻ കഴിയുമോ he may spoke it out. അവൻ എങ്ങനെയായിരിക്കും Oh, സംസാരിച്ചത്? हिंदी में कहेगा तो ओ आमेन हालेलुया. वो इस प्रकार से हकला हकला के बात किया था. The things are not coming out from his mouth, അവന്റെ വായിൽ നിന്ന് ശബ്ദം but പുറത്തേക്ക് that was filled വരുന്നില്ലായിരുന്നു. with fire. പക്ഷെ അത് തീ കൊണ്ട് നിറഞ്ഞതായിരുന്നു. He caught that fire from the burning bush. ആ തീയിൽ നിന്ന് ആ അഗ്നിയിൽ നിന്ന് അവൻ തീ People, പിടിച്ചെടുത്തു. യൗവനക്കാരെ, if you caught the fire from the burning bush, अगर आप उस burning bush अग्नि को ले if you लोगे, have stood there in the vicinity of the holy ground, आमेन, उस पवित्र मंडल पर यदि आप खड़े हुए हो तो, if you have removed your shoes, अगर आपने अपने पैरों के जूते को उतारे हैं if you are a तो, changed person, अगर आप परिवर्तित हुआ if you are a व्यक्ति है तो, transformed person, अगर आप ट्रांसफॉर्म हुआ व्यक्ति है तो, अब हकला के बोलने वाला शब्दों में शैतान भागने वाला है. ആമേൻ, നിങ്ങൾ വിക്കലോടെ സംസാരിക്കുന്ന വാക്കുകളിലും പിശാച് ഓടുവാൻ It's not തുടങ്ങും. the power of your preaching, അത് നിങ്ങളുടെ പ്രസംഗത്തിന്റെ പവർ അല്ല, but the fire in your preaching, പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള തീന്റെ പവറാണ്. the anointing which you carry, നിങ്ങൾ ക്യാരി ചെയ്യുന്ന that's അഭിഷേകത്തിന്റെ going to call പവറാണ്. miracles. वो अद्भुत चमत्कारों को करेगा. Hadal pamshal kamana ramshal kamana. Yes, Lord. Oh, we receive this, Lord. Thank you, Holy Spirit. Oh, we receive it. He looked up to heaven. उसने स्वर्ग की ओर देखा And in a stammering way he said, और वो हकलाते हुए इस प्रकार से कहा, let the hailstone come. आमेन, ओले गिरने दे. All of a sudden, तुरंत ही the atmosphere got changed. वो वहां Even though it was not a season of hailstone, वो वहां भले ही वो हेलस्टॉर्म का all सीजन of a नहीं था, sudden, तुरंत ही the season got changed. सीजन बदल गया. Oh, you have authority to change the आमेन. seasons. आपके पास आपके सीजन को चेंज करने का If अधिकार your है. mouth is filled with fire, यदि आपका जुबान अग्नि से if भरा your है mouth तो, is filled with
fire, यदि आपकी जुबान अग्नि से you भरा can है change the तो spiritual seasons. आप स्पिरिचुअल सीजन्स को बदल सकते When you हो। speak revival somewhere, जब आप रिवाइवल ऐसा in कहोगे, the most dry church, आप इन सूखी हुई कलीसिया the के अंदर coldest भी, church of the world, अगर जो संसार की कलीसिया भी हो, in the coldest church of the world, सबसे ठंडा कलीसिया में, when you go and say, let fire come down, आमेन, जब तुम वहां पर जाकर My कहोगे God. कि अग्नि उतरने दे, let fire come down, अग्नि उतरने दे, the season will change. सीजन बदलेगा। और रबा Child, बच्चों, child, बच्चों, fill your mouth with fire. आपकी जुबान को अग्नि से भर दो। और रबा शबल Fill your mouth with fire अपनी जुबान को अग्नि से भर and दो। speak it out. रबा, और जुबान से Speak कहने लगे। revival. बेदारी के बारे में Speak कहे, revival. रिवाइवल कहे, Speak healing. चंगाई की घोषणा Speak करे, healing. चंगाई की बात करे। You see people are getting healed. आप देखोगे चंगाई होते You हुए, see tumors आमेन। vanishing. आप देखोगे ट्यूमर्स को You vanish see होते हुए, miracles. आप अद्भुत काम देखोगे। By a और रबा simple शेकेरे, word. रिबा रबा शत्रुना रबा, By a रिखाना simple रबा, word. एक साधारण You बात will से, witness. और रबा आप गवाह बनोगे। You will आप witness. गवाह बनोगे। अल्पा और लामा रबा शका शेकेरे, लादल. रिखाना रबा शत्रुना demons रबा, are और fleeing रबा away. शेकेरे, The रिबा demons are रबा fleeing away. शत्रुना रबा, शैतान भाग रही है। आप गवाह The दोगे। demons are fleeing away. जब शैतान भागेगी, अल्पा लामा शतना रमतने. खमनम रीमानम शेखेरे